വെൽക്കം ടു എ ന്യൂ എപ്പിസോഡ് ഓഫ് വിരാസത്ത്. 1884 ഷെഡി ലേഡി എന്ന ലോകത്തിലെ ഏറ്റവും വലിയ റോസാച്ചെടിയുടെ കഥ ആരംഭിക്കുന്നത്. ഒരു റോസാച്ചെടിക്കും ഒരു കഥയോ എന്ന് ചോദിക്കും മുമ്പ് ആ കഥയൊന്ന് കേൾക്കാം. ഹെൻറി ഗിയും മേരിയും വിവാഹിതരാവുന്നത് 1884 സ്കോട്ട്ലൻഡുകാരായ ആ ദമ്പതികൾ വിവാഹപ്പിറ്റേന്ന് തന്നെ തങ്ങളുടെ നാട് ഉപേക്ഷിച്ച് US-ലെ അരിസോണയിലുള്ള ടോംസ്റ്റോൺ എന്ന സ്ഥലത്തേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നു. അവിടെ എത്തിയ അവർ താമസിക്കാൻ തിരഞ്ഞെടുത്തത് കൊച്ചീസ് ബോർഡിംഗ് ഹൗസ് ആണ്. ഒരു വീട് വയ്ക്കാൻ തങ്ങളെ കൊണ്ടാവുന്നതുവരെ അവിടെ തന്നെ താമസിക്കാൻ ഹെൻറിയും മേരിയും തീരുമാനിക്കുന്നു. വളരെയധികം ഹോംസിക്കായിരുന്ന മേരി ആ ബോർഡിംഗ് ഹൗസിൻ്റെ നടത്തിപ്പുകാരിയായ അമേലിയ ആഡംസണുമായി സൗഹൃദത്തിലാവുന്നു. അടുത്ത വർഷം, അതായത് 1885 വസന്തകാലത്തിൻ്റെ ആരംഭത്തിൽ അവൾക്ക് സ്കോട്ട്ലൻഡിൽ നിന്നും ഒരു വലിയ ബോക്സ് പാഴ്സലായി വരുന്നു. ശ്രദ്ധയോടെ പാക്ക് ചെയ്തിരുന്ന അതിനുള്ളിൽ നിന്നും അവൾക്ക് ലഭിച്ചത് സ്കോട്ട്ലൻഡിലുള്ള തൻ്റെ വീട്ടിലെ തോട്ടത്തിൽ നട്ടുവളർത്തിയിരുന്ന ചെടികളുടെ തൈകളായിരുന്നു. ഗാർഡനിങ്ങിലുള്ള അവളുടെ ഇഷ്ടം അറിയാവുന്ന അവളുടെ പേരൻസ് അയച്ചതായിരുന്നു അത്. തുലിപ്സ്, ഡാഫോഡിൽസ്, അങ്ങനെ പലയിനം ചെടികളോടൊപ്പം ചെറുപ്പത്തിൽ മേരി ഏറെ താല്പര്യത്തോടെ നട്ടു വളർത്തിയ ലേഡി ബങ്സിയ എന്ന വെള്ളപ്പൂക്കളുണ്ടാകുന്ന റോസാച്ചെടിയും ഉണ്ടായിരുന്നു. അമേലിയയോടുള്ള ഫ്രണ്ട്ഷിപ്പിൻ്റെ ഓർമ്മയ്ക്കായി അതിലൊരു റോസാച്ചെടിയുടെ തൈ മേരി അമേലിയയ്ക്ക് നൽകുന്നു. ആ രണ്ട് കൂട്ടുകാരും കൂടി ആ തൈ ആ ബോർഡിംഗ് ഹൗസിൻ്റെ പുറകുവശത്തുള്ള നടുമുറ്റത്ത് നട്ടുപിടിപ്പിക്കുന്നു. അവരുടെ സൗഹൃദത്തിൻ്റെ ആഴവും ഊഷ്മളതയും അറിഞ്ഞിട്ടെന്ന പോലെ ആ സ്കോട്ടിഷ് റോസ് അരിസോണയിലെ ആ മരുപ്രദേശത്ത് വളർന്ന് പുഷ്പിക്കാൻ തുടങ്ങുന്നു. കാലം കടന്നു പോകുന്നു. ഏകദേശം 35 വർഷങ്ങൾക്ക് ശേഷം 1920 ജെയിംസും എത്തലും മസിയയും ചേർന്ന് ഈ ബിൽഡിങ്ങും സ്ഥലവും വാങ്ങുന്നു. പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന ഈ റോസാച്ചെടിയെ കണ്ട മസിയ ആ നടുമുറ്റത്തെ ഷെഡുകൾ പൊളിച്ചു മാറ്റി പകരം മരത്തടികളും മെറ്റൽ പൈപ്പുകളും താങ്ങായി ഉപയോഗിച്ച് ആ റോസാച്ചെടിയെ പടർന്നു നിൽക്കുന്ന ഒരു പൂന്തോപ്പാക്കി മാറ്റുന്നു. അങ്ങനെ ആ ചെടി പൂർവാധികം ശക്തിയോടെ വളർന്ന് പടർന്ന് പന്തലിച്ച് തുടങ്ങുന്നു. അപ്പോഴേക്കും ജെയിംസും മസിയയും ചേർന്ന് ആ ബോർഡിംഗ് ഹൗസ് ഒരു ഹോട്ടലാക്കി മാറ്റിയിരുന്നു. ഈ റോസാച്ചെടി ആ ഹോട്ടലിൻ്റെ ഒരു പ്രധാന ആകർഷണമായി മാറുകയും അവിടെ എത്തുന്നവർക്ക് സമയം ചിലവഴിക്കാനുള്ള ഒരു പെർഫെക്റ്റ് പ്ലേസ് ആവുകയും ചെയ്തു. ഇങ്ങനെ പല വർഷങ്ങൾ വീണ്ടും മുമ്പോട്ട് പോയി. 1933 അമേരിക്കൻ കാർട്ടൂണിസ്റ്റായ ജോൺ ഹിക്സ് തൻ്റെ സ്ട്രേഞ്ച് ആസ് ഇറ്റ് സീംസ് എന്ന പംക്തിയിലാണ് ആദ്യമായി വേൾഡ്സ് ലാർജസ്റ്റ് റോസ് ട്രീ എന്ന ഈ റോസാച്ചെടിയെ വിശേഷിപ്പിക്കുന്നത്. പിന്നീട് 1936 ഈ ഹോട്ടൽ ദ റോസ് ട്രീ ഇൻ എന്ന് പുനർനാമകരണം ചെയ്യപ്പെടുന്നു. പിന്നീട് ഒരു വർഷത്തിന് ശേഷം അമേരിക്കൻ ശാസ്ത്രജ്ഞനും സംരംഭകനുമായിരുന്ന റോബർട്ട് റിപ്ലി ഈ ഹോട്ടലിലെത്തുകയും ഈ ചെടിയുടെ ഭീമാകാരമായ വലിപ്പത്തിൽ അത്ഭുതപ്പെടുകയും ചെയ്യുന്നു. അദ്ദേഹം അമേരിക്കയിൽ പ്രസിദ്ധീകരിച്ചിരുന്ന ന്യൂസ് പേപ്പറിലെ ബിലീവ് ഇറ്റ് ഓർ നോട്ട് എന്ന കോളമിൽ ഈ ചെടിയെക്കുറിച്ച് പറയുന്നുണ്ട്. അങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ ഓർമ്മയ്ക്ക് നട്ടുപിടിപ്പിച്ച ഈ റോസ് ലോകശ്രദ്ധ ആകർഷിച്ചു തുടങ്ങി. ഇന്നും ചലഞ്ച് ചെയ്യപ്പെട്ടിട്ടില്ലാത്ത റെക്കോർഡുമായി ഇത് ഗിന്നസ് ബുക്കിലും ഇടം നേടിയിട്ടുണ്ട്. പിന്നീട് റോസ് ട്രീ ഇൻ ഒരു പ്രൈവറ്റ് റെസിഡൻസായി മാറിയെങ്കിലും 1954 ഈ റോസ് നിൽക്കുന്ന നടുമുറ്റവും തോപ്പും പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തു. ഇന്ന് ഏകദേശം 8000-ലേറെ സ്ക്വയർ ഫീറ്റിലായാണ് ഷെഡി ലേഡി എന്ന് പേരിട്ട ഈ ചെടിയും ഇതിനോട് ചേർന്നുള്ള മ്യൂസിയവും സ്ഥിതി ചെയ്യുന്നത്. അവിടെ എത്തുന്നവർക്ക് അത്ഭുതവും സന്തോഷവും ഒക്കെ നിറച്ച ഒരു കൗതുകവുമായി കാത്തു നിൽപ്പുണ്ട് ഒരു സൗഹൃദത്തിൻ്റെ കഥ പറയുന്ന ഈ ഷെഡി ലേഡി. ഓരോ വർഷവും മാർച്ച് ഏപ്രിൽ മാസങ്ങളിലായുള്ള വസന്തത്തിൽ ഇത് ഇന്നും ആയിരക്കണക്കിന് പൂക്കളുമായി നിറഞ്ഞു നിൽക്കുന്നു. എല്ലാ വർഷവും ഏപ്രിൽ മാസത്തിൽ നടത്തുന്ന ആനുവൽ റോസ് ഫെസ്റ്റിവലിൽ ദേശവിദേശത്തു നിന്നും വളരെയധികം പേർ ഷെഡി ലേഡിയെ കാണാനെത്തുന്നുണ്ട്. താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ. പ്ലീസ് സബ്സ്ക്രൈബ് ടു ദ ചാനൽ ഇഫ് യു ലൈക്ക് ഇറ്റ് ആൻഡ് കീപ് വാച്ചിങ് ഫോർ മോർ ന്യൂ ആൻഡ് ഇൻട്രസ്റ്റിംഗ് ഇൻഫർമേഷൻസ്. Thanks a lot.